രാവിലത്തെ ഇടിയപ്പം ബാക്കിയുണ്ടോ? വളരെ ഈസി ആയിട്ട് തന്നെ സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു സേമിയ സേവയുടെ റെസിപ്പിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. വളരെ ഈസി ആയിട്ട് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. അതേപോലെ തന്നെ കുട്ടികൾക്ക് നല്ല ഇഷ്ടമാവും. അപ്പോൾ ഇതുപോലെ ഒരു തവണ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കൂ. അപ്പോൾ നമുക്ക് രാവിലത്തെ ഇടിയപ്പം ഒരു 5 ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനൊന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതേപോലെ ഞാൻ ഉതിർത്തിയിട്ടാണ് എടുത്തിട്ടുള്ളത്. നമുക്കിതൊന്ന് മാറ്റി വെക്കാം. അതിനുശേഷം ഞാനിവിടെ ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. പാൻ നല്ലൊന്ന് ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് വെളിച്ചെണ്ണ ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ നല്ല ചൂടായി വന്നതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുന്നവരേക്കും നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. കടുക് ഒന്ന് പൊട്ടി വന്നതിന് ശേഷം ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഉഴുന്നിട്ട് ഒന്ന് പൊട്ടി വന്നതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ പൊട്ടുകടല ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നിങ്ങളുടെ കയ്യിൽ കടലപ്പരിപ്പ് ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ കടലപ്പരിപ്പ് ഇല്ലാത്തതുകൊണ്ടാണ് പൊട്ടുകടല ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി സ്റ്റൗ ഒന്ന് സിമ്മിൽ വെക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ സ്റ്റൗ ഒന്ന് സിമ്മിലാക്കിയതിന് ശേഷം ഇതിലേക്ക് 2 വറമുളകാണ് എടുത്തിട്ടുള്ളത്. ഉണക്കമുളകാണ്. ഉണക്കമുളകും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം കുറച്ച് കറിവേപ്പില, അതേപോലെ തന്നെ ഒരു സവാള ചെറുതാക്കി കട്ട് ചെയ്തെടുത്തതാണ്, അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. സവാളയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. സവാള ഒന്ന് കളർ ചേഞ്ച് ആവുന്ന വരേക്കും നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. സവാള ഒന്ന് കളർ ചേഞ്ച് ആവുന്ന വരേക്കും വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലൊന്ന് മിക്സ് ആക്കി എടുക്കാം.